പിണ്ടിമന പഞ്ചായത്തിലെ UDF ഭരണസമിതിയുടെ നീതിനിഷേധത്തിൽ പ്രതിഷേധിച്ചും ജനാധിപത്യ വിരുദ്ധ വികസന വിരുദ്ധ നിലപാട് തിരുത്തണമെന്നും ആവശ്യപ്പെട്ട് CPM മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഭരണസമിതിയിലെ LDF അംഗങ്ങളോട് അവഗണനയാണെന്നും MLAയ്ക്കും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്കും അപ്രഖ്യാപിത വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണെന്നും CPM ആരോപിച്ചു. പിണ്ടിമന പഞ്ചായത്തിലെ 5 വാർഡുകളുടെ പരിധിയിലുള്ള ഏക ഫുട്ബോൾ ഗ്രൗണ്ടായ ഐരൂർപാടം ഗ്രൗണ്ടിന്റെ വികസനത്തിന് പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കാത്തതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളാണ് CPM ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയിൽ ഉന്നയിച്ചത്. ഏരിയ സെക്രട്ടറി KA ജോയി ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഓപ്പൺ ജിമ്മിന് NOC നൽകാതെ പദ്ധതി നഷ്ടപ്പെടുത്താൻ UDF നേതൃത്വത്തിലുള്ള ഭരണസമിതിയിലെ ഒരു വിഭാഗം രാഷ്ട്രീയ പ്രേരിതമായ കള്ളക്കളി നടത്തുന്നതായും അമ്മച്ചി കോളനി കുടിവെള്ള പദ്ധതിയുടെ ആവശ്യമായ ഫണ്ട് ലഭിക്കുന്നില്ലെന്നും CPM ആരോപിക്കുന്നു. ചേലാട്ടിൽ അനുവദിച്ച വഴിയോര വിശ്രമ കേന്ദ്രം, കോഫി ഷോപ്പ്, ആധുനിക വാഷ്റൂം, വനിതാ സൗഹൃദ വിശ്രമ ഹാൾ എന്നിവയും ചെങ്കരയിൽ ആലോചിച്ച വിശ്രമ കേന്ദ്രവും നടപ്പാക്കാതെ അട്ടിമറിച്ചതായും CPM ചൂണ്ടിക്കാട്ടി. ജില്ലാ പഞ്ചായത്തിന്റെ DPC അംഗീകരിച്ച പദ്ധതികൾ ഈ മാസം 31-നകം പൂർത്തിയാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളും സമരത്തിൽ ഉന്നയിച്ചു. നിങ്ങളുടെ സഹപ്രവർത്തകരല്ലേ PK ചന്ദ്രശേഖരൻ നായർ, പാലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്. ആ MLAയോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? നിങ്ങൾ കാണണ്ടേ? കീരമ്പാറ പഞ്ചായത്തിൽ ഇപ്പോൾ പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. MLAയോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഒരു മേശയ്ക്ക് ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ MLAയുമായിട്ട് ആ പ്രദേശത്തെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു മനസ്സറിവ് കാണിക്കുകയാണ്. അതിന് കൂടെ ആ പഞ്ചായത്തിലുണ്ടാവും. ഇവിടെ നിങ്ങൾ 3 LDF മെമ്പർമാരെ അല്ല തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ പ്രദേശത്ത് പ്രതിനിധാനം ചെയ്യുന്ന ജനപ്രതിനിധികളെ അല്ല നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആയിരക്കണക്കിന് ബഹുജനങ്ങൾ അവിടെയും താമസിക്കുന്നുണ്ട്. LDF ഗ്രാമപഞ്ചായത്ത് അംഗം SM അലിയാർ അധ്യക്ഷത വഹിച്ചു. PM മുഹമ്മദ് അലി, വിജു P നായർ, TC മാത്യു, CG ആന്റി, MV കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് പിണ്ടിമന.